രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു എൻ്റെ സെൻ. കല്ലറയിലുള്ള അലമിരയിൽ രജിസ്ട്രേഷൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് അവസ്ഥ. പിന്നെ ഗ്ലാസ് എവിടെയോ കളഞ്ഞിട്ടുന്ന ഗ്ലാസ്സിന് എടുത്ത് വെച്ചിരുന്നു. ഇരുട്ടത്ത് ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് പുതിയ സീറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാ, കീറലൊക്കെ ആയിട്ട്. വണ്ടിയുടെ ഉൾഭാഗം അല്ലമ്മി ഒന്നും വൃത്തിയാക്കുക പോലും ചെയ്തിട്ടില്ല, അത്രയ്ക്ക് മോശം. വണ്ടി പണിയാൻ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഹാൻഡിൽ വണ്ടി പണിത് തന്നപ്പോൾ കാണാനില്ല. ഞാൻ പറഞ്ഞു ഫൈബർ ഡോർ പാഡ് വെക്കണമെന്ന്. അവൻ വേറെ ഏതോ വണ്ടിയുടെ ആക്രി ഡോർ പാഡ് എടുത്ത് വെച്ചു. വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബാറ്ററിക്ക് ക്ലാമ്പ് ഇല്ലാതെ അവൻ തന്നു. ഈ പൈസ ഇല്ലെങ്കിൽ പിന്നെ വണ്ടി പണി വീട്ടിൽ പോണേ. ഇതെന്തും നിങ്ങൾ ആലോചിക്കുന്നില്ല. ഇത് ഫ്രണ്ട് ഗ്ലാസ് സെന്റർ വെച്ച് പൊട്ടിയ അവസ്ഥയായിരുന്നു. അത് ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം പറയാം, ബ്രോ എനിക്ക് ആ പൈസ വേണ്ട, ഞാൻ ഗ്ലാസ് മാറത്തത്, എന്റെ ഇതിലാണ് ഗ്ലാസ് മാറി കൊടുത്തത്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നൊരു വാഹനം, ആ വാഹനം നിങ്ങളൊരു വർക്ക്ഷോപ്പിൽ പണിയാൻ കൊടുക്കുന്നു. പണി തിറക്കുമ്പോഴത്തേനും നിങ്ങൾ കൊടുത്തതിലും ഉപരിയായി കുറേ പ്രശ്നങ്ങളോടെ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. നിങ്ങളുടെ ഒരു മാനസിക ചേതോവികാരം എന്തായിരിക്കും? അങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരാൾ ഒരു വാഹനം പണിയാൻ കൊടുക്കുന്നു. ആ പണിയാൻ കൊടുത്ത ആളുടെ പേര് ശ്രീലാൽ എസ് എന്നാണ്. ശ്രീലാൽ എസ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം 34.6K ഫോളോവേഴ്സുള്ള ഫിലിം സെറ്റ് ലൈഫ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് നടത്തുന്ന ഒരാളാണ്. ഈ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ വണ്ടി ഒരു ഫ്രീലാൻസറായിട്ട് പണിയെടുക്കുന്ന അല്ലമീൻ എന്ന് പറയുന്ന ആൾക്ക് പണിയാൻ കൊടുക്കുന്നു. പണിയാൻ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വണ്ടി അദ്ദേഹം വിചാരിച്ച രീതിയിൽ പണിതിറങ്ങിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് നമുക്കത് കാണാം. അത് കാണുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫസ്റ്റ് റവന്യൂ വരാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളിലേക്ക് ഒരു ചെറിയ സമ്മാനം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വലിയ കോസ്റ്റ്ലി ഒന്നുമില്ല, ചെറിയ സമ്മാനം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ പോകെയുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുന്നവരെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പറ്റുന്നവരൊക്കെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ശ്രീലാൽ എസ് വാഹനം അല്ലമീന് കൊടുത്തിട്ട് വണ്ടി തിരിച്ച് കിട്ടിയതിന് ശേഷം പുള്ളി അതിൽ അസംതൃപ്തനായി. എന്തൊക്കെ പ്രശ്നങ്ങളാണ് വണ്ടിക്കുണ്ടായത് എന്ന് നമുക്ക് ചെറുതായിട്ട് കാണാം. എല്ലാം ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു എൻ്റെ സെൻ. കല്ലറയിലുള്ള അലമിരയിൽ രജിസ്ട്രേഷൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് അവസ്ഥ. ഒന്നാമത്തെ കാര്യം, പറഞ്ഞ പെയിന്റ് അല്ല അടിച്ചത്, ഇതിൽ ഞാൻ എങ്ങനെ നോക്കിയിട്ടും പച്ച കാണുന്നില്ല. പച്ചയും കാണില്ല, നീലയും കാണില്ല, ഇത് വേറെ ഏതോ ഒരു കളറാണ്. പിന്നെ ഗ്ലാസ് എവിടെയോ കളഞ്ഞിട്ടുന്ന ഗ്ലാസ്സിന് എടുത്ത് വെച്ചിരുന്നു. ഇരുട്ടത്ത് ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് പുതിയ സീറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാ, കീറലൊക്കെ ആയിട്ട്. വണ്ടിയുടെ ഉൾഭാഗം അല്ലമ്മി ഒന്നും വൃത്തിയാക്കുക പോലും ചെയ്തിട്ടില്ല, അത്രയ്ക്ക് മോശം. വണ്ടി പണിയാൻ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഹാൻഡിൽ വണ്ടി പണിത് തന്നപ്പോൾ കാണാനില്ല. ഞാൻ പറഞ്ഞു ഫൈബർ ഡോർ പാഡ് വെക്കണമെന്ന്. അവൻ വേറെ ഏതോ വണ്ടിയുടെ ആക്രി ഡോർ പാഡ് എടുത്ത് വെച്ചു. വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബാറ്ററിക്ക് ക്ലാമ്പ് ഇല്ലാതെ അവൻ തന്നു. എൻ്റെ ക്ലാമ്പ് കിട്ടാനില്ലാന്ന് കള്ളവും. എന്നിട്ട് തൊട്ടടുത്തുള്ള ആക്സറീസ് കടയിൽ നിന്ന് ഞാൻ ക്ലാമ്പ് മേടിച്ചു. സീറ്റ് ബെൽറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ സീറ്റ് ബെൽറ്റ് വേറെ ഒരു കുഴപ്പമില്ല, അതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും ആയിരിക്കും. നല്ല വർക്കാവില്ലെന്ന് പറയുന്നത്. മുന്നേ വർക്കായിക്കൊണ്ടിരുന്ന ലൈറ്റുകൾ പോലും ഇപ്പം വർക്കാവുന്നില്ല. വണ്ടി വീട്ടിൽ കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സൈഡ് ഗ്ലാസ് ഡോറിനിടയ്ക്ക് ഇളകി വീണു. 7 മാസം പണിത് വണ്ടി കുളവാക്കി തന്ന് 1 ലക്ഷം രൂപയും വാങ്ങിച്ച ശേഷം അല്ലമി പറഞ്ഞ വാക്കുകൾ. എടാ, നീ തന്ന പൈസ എല്ലാം ഞാൻ കൊണ്ട് കൊടുത്തു കേട്ടോ, ഇതിൽ ഒരു പൈസ ഞാൻ എടുത്തിട്ടില്ല. നീ പറഞ്ഞല്ലേ ഇതിന്റെ പകുതി പൈസ എനിക്കാണ്, നീ ഒന്ന് ചോദിച്ചു നോക്കടാ. നീ പൈസ ഇല്ലെങ്കിൽ പിന്നെ വണ്ടി പണി വീട്ടിൽ പോണേ. ഫുൾ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. വണ്ടിയുടെ ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീണു, പറഞ്ഞ പെയിൻ്റെല്ലാം അടിച്ചിരിക്കുന്നത്, സൈഡിൽ പിടിക്കുന്ന സുനാപ്പി ഇളക്കി കളഞ്ഞു, വയറിംഗ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, മൊത്തം പ്രശ്നം. ഇതെല്ലാം ഇനിയും പ്രശ്നങ്ങളുണ്ട്, കേൾപ്പിച്ചു തരാം കേട്ടോ. പെയിന്റ് അടിക്കാൻ പറഞ്ഞ കളർ ഇതായിരുന്നു. അവൻ കളർ അടിച്ച് വന്നപ്പോൾ ഈ കളറായി. അല്ലമ്മയോട് അടിക്കാൻ പറഞ്ഞ സീറ്റ് ഇതാണ്. ഇപ്പോൾ വന്നപ്പോൾ ഇങ്ങനെയായി. വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പം തന്നെ വഴിയില്ലായി. പിന്നെയും വേറെ വർക്ക്ഷോപ്പുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നു. അല്ലമ്മ പെയിന്റ് ചെയ്തതും മെക്കാനിക്കൽ വർക്ക് ചെയ്തതും കല്ലറ പഴയ ചന്തയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നും. ഈ ലൈറ്റിലൊന്നും സ്ക്രൂ ഒന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ അത് ഗ്രില്ലിലും സ്ക്രൂ വെച്ചിട്ടില്ല. ഇതൊക്കെ എന്ന് ഓട്ടത്തിൽ വഴിയിൽ വീഴുന്നെന്ന് ദൈവത്തിന് തന്നെ അറിയാം. 1-2 വീഡിയോയിലൊന്നും ഇവൻ ചെയ്ത പണികളൊന്നും കാണിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ 1-2 വീഡിയോയിൽ തീരത്തില്ല, 3ാമത്തെ വീഡിയോ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. ആ വണ്ടി മൊത്തത്തിൽ അഠപടല പാളി എന്നുള്ളതാണ്, ബാക്കി കാണാം. അല്ലമ്മയ്ക്കെതിരെ വീഡിയോ ഇട്ടപ്പോൾ അല്ലമ്മ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. വണ്ടിയുടെ മേറ്റെടുത്തപ്പോൾ ഫുൾ ഹോളായിരുന്നു. അവരെങ്ങനെ ഇതുവരെ ഓടി എത്തിയെന്ന് അറിയില്ല എന്നൊക്കെ ആയിട്ട്. ഈ വണ്ടിയിൽ തുരുമ്പോഴുള്ളതാണ് വണ്ടി നേരത്തെ പണിയാൻ കൊടുത്തത്. കാരണം എനിക്ക് 2025 ഓഗസ്റ്റിലാണ് എനിക്ക് വണ്ടിയുടെ ടെസ്റ്റ് വരുന്നത്. ഇത്രയും മുന്നേ ഞാൻ വണ്ടി പണിയാൻ കൊടുത്തെങ്കിൽ ഈ തുരുമ്പായുണ്ടല്ലേ അവന് ഞാൻ നന്നാക്കി കൊടുത്തത്. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ മാത്രമേ തുരുമ്പുള്ളൂ, വേറെ ഒരിടത്തും തുരുമ്പില്ല. ആ സമയത്ത് അതും പറഞ്ഞ് എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തരുകയും ചെയ്തു.
ഇത് മൊത്തം പോയി ബ്രോ. ഇനി ഒന്നേന്ന് ഫ്ലോർ ചെയ്തേ പറ്റുള്ളൂ. ഫ്ലോർ ഉണ്ട് ഇത് ചെയ്തു പറഞ്ഞാൽ നല്ല ഫണ്ടാവും. അതിനെക്കാട്ടിയും ഫ്ലോർ മേടിക്കുന്നില്ല. കുറച്ച് നാളും കഴിഞ്ഞ് വണ്ടി കിട്ടാത്തപ്പോൾ ഞാൻ അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവർ ബില്ല് അയച്ചു തന്നു. ഇപ്പൊ ഇത്ര ആയെന്നും പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നോക്കിയപ്പോൾ പ്ലാറ്റ്ഫോമിന് 3000 രൂപ എഴുതിയിട്ടുണ്ട്, റണ്ണിങ് ബോർഡിന് 900 രൂപ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 25,000 രൂപ പേച്ച് വർക്ക് എന്ന് പറഞ്ഞ് വേറെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അതൊന്നും എനിക്കും അറിയില്ല. പിന്നെ ആ പെയിന്റിന് തന്നെ 25,000 രൂപ, അത്രയ്ക്കുള്ള പെയിന്റ് അടിച്ചിട്ട് ഈ ഡേറ്റിലാണ് ഞാൻ അവന് വണ്ടി പണിയാൻ കൊടുത്തത്. അഡ്വാൻസ് 30,000 രൂപ. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഒരു 10,000 രൂപ, അത് അവൻ്റെ പെങ്ങളുടെ പേരിലാണ് വാങ്ങിച്ചത്. പിന്നെ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഒരു 60,000 രൂപ, അവൻ നടുറോട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കി 60,000 രൂപ മേടിച്ചു. എനിക്കെതിരെ അവൻ ഇട്ടിരുന്ന വീഡിയോ എല്ലാം അവൻ ഡിലീറ്റും ചെയ്തു. സത്യം ആരുടെ അവന് മനസ്സിലായി. ഒരു കാര്യം പറയാൻ മറന്നു, കല്ലറയിലുള്ള ഈ അലമിയെ പോലെ എല്ലാ അലമിമാരും മോശക്കാരല്ല കേട്ടോ, നല്ല അലമിമാരും ഉണ്ട്. അത് കറക്റ്റാണ്. അല്ലമീന്മാരെല്ലാം മോശമൊന്നുമല്ല. എനിക്കും ഒരു അല്ലമീനെ അറിയാം, നല്ല തങ്കപ്പെട്ട ചെറുക്കന. ഇതാണ് ബേസിക് സംഭവം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കല്ലറയുള്ളൊരു കടയിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ വാഹനം കടയിലല്ല, അയാൾ മറ്റേ ഫ്രീലാൻസിങ് ആയിട്ട് വാഹനം എടുത്ത് പണിഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം കൊടുക്കുന്നു. വാഹനം കൊടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നു. തിരിച്ച് കിട്ടിയപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രശ്നങ്ങളും കൂടെ വന്നു എന്നാണ് നമ്മുടെ ഈ വാഹനം കൊടുത്ത വാഹന ഉടമ പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ കേട്ടത് ആ വാഹനം കൊടുത്ത വാഹന ഉടമയുടെ പെർസ്പെക്റ്റീവാണ്. ഇനി നമുക്ക് നേരെ ബൾട്ടി അടിച്ച് ഈ വാഹനം പണിത മുതലാളിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് കണ്ടു നോക്കാമേ. അപ്പോൾ ഈ മുതലാളി പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വണ്ടി ഇതുപോലെ തന്നപ്പോഴത്തേനും അടിയാൻ ഇളക്കി, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. 80,000 രൂപ ആദ്യം എസ്റ്റിമേറ്റ് കൊടുത്തു. ഈ 80,000 രൂപ എസ്റ്റിമേറ്റിൽ തീരില്ല എന്ന് ഓൾറെഡി അദ്ദേഹത്തിനെ അറിയിച്ചു. പക്ഷേ അദ്ദേഹം 80,000 തന്നെ തീർക്കണമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് പറയാം. കേട്ടോ, നിങ്ങൾ ആലോചിക്കുന്നില്ല, ഇത് ഫ്രണ്ട് ഗ്ലാസ് സെന്റർ വെച്ച് പൊട്ടിയ അവസ്ഥയായിരുന്നു. അത് ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം പറയാം, ബ്രോ എനിക്ക് ആ പൈസ വേണ്ട, ഞാൻ ഗ്ലാസ് മാറത്തത്, എന്റെ ഇതിലാണ് ഗ്ലാസ് മാറി കൊടുത്തത്. അതാണ് സംഭവം. അതായത് ഫ്രണ്ട് ഗ്ലാസ്സിനകത്ത് 2 സ്ക്രാച്ച് വീണതോ പഴയ ഗ്ലാസ്സാണ് ഇട്ടത് എന്ന് പറയുകയും ഇദ്ദേഹം കാണിച്ച വണ്ടിയുടെ ഗ്ലാസ്, അതായത് നമ്മുടെ ഓണർ കാണിച്ച വണ്ടിയുടെ ഗ്ലാസ് ഏതോ പന്നലാന്ന് കാണിക്കുകയും നമ്മുടെ വണ്ടി പണിത ആൾ പറയുന്നു അത് പൊട്ടിയ ഗ്ലാസ്സാണ്, ഞാനത് മാറിക്കൊടുത്തതാണ്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥയിലേക്ക് നമുക്ക് വരാം. ഇയാൾ പറയുവാണ് ഈ ഫ്ലോർ വെറും തറയായിട്ടാണ് കൊടുത്താൽ മതി. അപ്പൊ ഇനിയിപ്പം ഈ പുള്ളിക്കാരെ അത് തന്നെ കൊണ്ടുവിട്ട് ഇനിയിപ്പം അല്ല ഈ കളറുള്ള എല്ലാം ഇങ്ങനെ ചെയ്തു തന്നില്ല, വെറും തറയായിട്ട് അതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അതിന് ചോദിക്കും. ഓക്കെ, ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കണ്ട ഫിലിം സെറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, അതായത് വണ്ടി പണിയാൻ കൊടുത്ത വണ്ടിയുടെ ഓണർ, ഈ പുള്ളിക്കാരൻ ഇതൊരു റീച്ചിന് വേണ്ടി ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അതിൻ്റെ പിന്നിലെ കാരണം ഇദ്ദേഹം 1 വീഡിയോ ഇട്ടു, 2 വീഡിയോ ഇട്ടു, 3 വീഡിയോ ഇട്ടു. ഇത് പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലാണ് ഇടുന്നത്. അതായത് റീച്ച് ഉണ്ടാക്കുന്ന സാധനം തന്നെ. അത് മാത്രമല്ല, ഇദ്ദേഹം പല എടുത്തെടുത്ത് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പുള്ളി ഒരു റീച്ച് ശ്രമിക്കുന്നത് പോലെ എനിക്കും അതിൽ നിന്ന് ഫീൽ ചെയ്തു. ഇനി നമുക്കിത് മാത്രമല്ല, നമ്മുടെ ഈ അല്ലമീൻ പറയുന്നതിനകത്ത് ബാക്കിയും കൂടെ കേട്ട് നോക്കാം. അവന് എന്തെല്ലാം ചെയ്യായിരുന്നു. അവനിപ്പോ ഡയറക്റ്റ് പോലീസിന് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് ഡയറക്റ്റ് ഒന്ന് പറയാം, ഞാൻ പറയാൻ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇവനെ എന്തൊന്നും ചെയ്തു കൊടുക്കും. ഇതിപ്പോ അല്ലാതെ പെട്ടെന്ന് എടുത്തോണ്ട് പോയി അവ ഇവിടുന്ന് പാലോട് എത്തിയപ്പോ എന്തോന്ന് മിസ്സിംഗ് വഴി. എന്നിട്ട് നമ്മള് പോയിട്ട് വണ്ടി സ്റ്റാർട്ട്, അപ്പൊ തന്നെ വണ്ടി സ്റ്റാർട്ട് ആയി. എന്നിട്ട് അത് പാലക്കാട് എന്തോ ദിവസം തന്നെ പാലക്കാട് പോയി. അപ്പോൾ ഇവന്റെ നമ്പർ ബ്ലോക്ക്. പിന്നെ വണ്ടി എടുത്തോണ്ട് പോയതിനു ശേഷം വർക്ക്ഷോപ്പ് വണ്ടി മെക്കാനിക് സൈഡ് വഴിയിലായി, പാലോട് വെച്ചല്ലേ. വഴിയിലായതിനു ശേഷം വണ്ടി ഇമാര് ശരിയാക്കി കൊടുത്തതിനു ശേഷം ഇവരെയും ബാക്കി എല്ലാവരെയും വണ്ടി അവൻ ഫോണിലും എല്ലാത്തിനും ബ്ലോക്ക് ചെയ്തതിനു ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടോ, അങ്ങ് പോയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. നോർമലി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു വണ്ടി ഒരു കസ്റ്റമറിന് പണിത് കൊടുത്തു. ഞാൻ പണിത് കൊടുത്ത റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ എന്റെ അടുത്ത് സംസാരിക്കാനും എന്റെ അടുത്ത് കേസ് കൊടുത്തിട്ട് എനിക്ക് ഇത്ര നഷ്ടം പറ്റിച്ചു എന്ന് പറഞ്ഞ് കൊടുത്ത് അത് ചെയ്യാം. ഓക്കെ, അത് അവർ പറയുന്ന ന്യായമായിട്ടുള്ള കാര്യമാണ്. വണ്ടി ഓണറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. എസ്റ്റിമേറ്റ് ഇത്ര രൂപയായി, എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം മാത്രമാണ്, അത് കൂടാൻ കുറയാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വണ്ടി പണിയുന്ന ആളുടെ വ്യൂ പോയിന്റ് ആണ്. ആസ് എ കസ്റ്റമർ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന റേറ്റ് അല്ലേ അവർ പറഞ്ഞു, ആ റേറ്റിൽ തരണമെന്ന് നമ്മൾ ചിന്തിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് മാത്രമല്ല, ഇതിനകത്ത് പറയുന്ന കുറേ അലിഗേഷൻസിന് ഇവരും തിരിച്ച് പറയുന്നുണ്ട്. ഓൾറെഡി ഇങ്ങനൊരു ഇഷ്യൂ നടന്നപ്പോഴത്തേനും ഇയാളോട് സംസാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ആലോചിച്ച് നോക്കുക, എനിക്കിതിനകത്ത് തോന്നി, എൻ്റെ വ്യൂ പോയിന്റ് കേട്ടോ, ഞാനൊരു വണ്ടി പണിയാൻ കൊടുക്കുന്നു. ആ വണ്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പണിയാൻ കൊടുത്തു, ഞാൻ പണിത പോലെ ഒന്നുമല്ല. പെയിൻറ്റ് മാറ്റാൻ കൊടുത്തു, പെയിൻറ്റ് കറക്റ്റായിട്ട് വന്നില്ല, ലൈറ്റും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല, മാറ്റ് ചെയ്തതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല, പിടിയില്ല, ഗ്ലാസ് മാറ്റിയത് സംതൃപ്തമല്ല, മൊത്തത്തിൽ ആ വണ്ടി പണിതതിനകത്ത് സംതൃപ്തി അല്ല. അങ്ങനൊരു സമയത്ത് ഞാൻ ആ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകുമോ? ഞാൻ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി അവനെ കൊണ്ട് അതെല്ലാം മാറ്റിക്കാനോ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനോ ഞാൻ ശ്രമിക്കത്തുള്ളൂ. എന്തുകൊണ്ട് അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നൊരു
സംശയം എനിക്ക് വളരെ ആക്റ്റീവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവർ പറയുന്നുണ്ട് വണ്ടി ഇടയ്ക്ക് വെച്ച് നിന്നു, അതിന് ശേഷം പാലക്കാട് പോയി, പാലക്കാട് വരെ എത്തിയതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നത്. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകും. നമ്മൾ വണ്ടി പണിയാൻ കൊടുത്തു, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ പണിയാക്കി തന്നു. എനിക്കത് സ്ഥിരം സംഭവിക്കുന്നതാണ്. ഞാൻ എൻ്റെ വണ്ടി പണിയാൻ കൊടുത്തു, ആറ്റിങ്ങിലുള്ള ഭയങ്കര പേരുകേട്ടൊരു കടയിലാണ് ഞാൻ പണിയാൻ കൊടുത്തത്. എൻ്റെ വണ്ടി കുളവാക്കി തന്നു. സ്റ്റിയറിങ്ങിന് കവറിട്ടു, കവർ മൊത്തം വലിച്ച് കീറി, അതേ മൊത്തം പശ വാരി തേച്ച് കുളവാക്കി തന്നു. റെയിൻ ഗാർഡ് ഒട്ടിച്ചു. റെയിൻ ഗാർഡ് ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ വവ്വാലിൻ്റെ ചിറകടിക്കുന്ന പോലെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പണിയുന്നത്. പക്ഷേ നന്നായിട്ട് പണിയുന്ന ആളുകളുമുണ്ട്. ഇതിനകത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും കസ്റ്റമർ വ്യൂ പോയിന്റിൽ നോക്കുമ്പോഴത്തേനും ഞാൻ പണിഞ്ഞ സാധനങ്ങൾ കിട്ടിയില്ല എന്നൊരു സാധനമാണ്. ഓണറിൻ്റെ ഇതിൽ നോക്കുമ്പോഴത്തേനും അവൻ പറഞ്ഞതിൽ മേളിൽ ഞാൻ ചെയ്തു എന്നുള്ള സാധനമാണ്. ഇതിനകത്ത് വണ്ടി പണിതത് സംതൃപ്തമല്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ഉണ്ടാക്കൂടാ. നോക്ക്, 1 ലക്ഷം രൂപ ഇവന് കൊടുത്ത 1 ലക്ഷം രൂപ ഞാൻ വീട് ചെയ്തുണ്ടാക്കും എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, കേട്ടോട്ട്. ഇങ്ങനെയാണ് നമ്മളൊക്കെ വണ്ടി ആഗ്രഹിച്ചെടുത്ത് പൈസ മുടക്കി നമ്മളെ കയ്യിൽ നിന്ന് പൈസ. ഇതിനകത്ത് വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോഴേ ആളെ സംതൃപ്തിയല്ല, ഈ സാധനത്തിൽ നിന്നും നിൻ്റെ ഈ പണിയിൽ നിന്നും തന്നെ വീഡിയോ ഇട്ട് ഞാൻ 1 ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. വണ്ടി ഓണർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ പണിത ആളെ എല്ലായിടത്തും ബ്ലോക്ക് ആക്കി വെച്ചതിന് ശേഷമാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അങ്ങനെ ഒരു വോയിസ് മെസ്സേജും ഇവർ അതിനകത്ത് കേൾപ്പിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം സംസാരിക്കേണ്ടത് ഈ പണിത ആളോടല്ലേ, അതിന് ശേഷമല്ലേ ഈ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വരേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ രണ്ടുപേരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം നമ്മുടെ വണ്ടി ഉടമയെ കോൺടാക്ട് ചെയ്യാൻ ഒരു തരത്തിലും സാധിച്ചിട്ടില്ല. പക്ഷേ ഈ അല്ലമീൻ എന്ന് പറയുന്ന വണ്ടി പണിത ആളെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, പുള്ളിയായിട്ട് സംസാരിച്ചു, പുള്ളി എനിക്ക് നമ്പർ തന്നു, പുള്ളിയെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. അതിൽ എന്റെ പേര് പറഞ്ഞ് എന്റെ ഫോട്ടോ വീണ്ടും ഇന്നലത്തെ വീഡിയോയിൽ എന്റെ ഫോട്ടോ ഇട്ടു. ഓരോ വീഡിയോ റീച്ച് ആവും തോറും ഈ പുള്ളിക്കാരൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ബ്രോ, അതാണ് അവസ്ഥ. ഞാൻ എന്റെ ഉമ്മയോട് ഹോസ്പിറ്റലിൽ വന്നതാ. അതായത് ഇദ്ദേഹം പണി ഫ്രീലാൻസറായിട്ട് എടുക്കുന്ന ആളാണ്, സ്വന്തമായിട്ട് കടയൊന്നുമല്ല. അപ്പോൾ അയാൾക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റഗ്രാമിലാണ് ഈ വീഡിയോസ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ യൂട്യൂബിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ശ്രീലാൽസ് വ്യൂ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ 39,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്, യൂട്യൂബിലിട്ട് ഇത് കൊണ്ടുവന്നിട്ടില്ല. അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ ഈ പുള്ളി ഈ പറയുന്ന പോലെ തന്നെ റീച്ച് ഉണ്ടാകുന്നതനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാമ്പുന്നുണ്ട്. എന്തുകൊണ്ട് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ മാത്രം അത് ഒതുക്കി എന്നൊരു ചോദ്യം എനിക്കവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. നമ്മുടെ അല്ലമ്മീനുമായിട്ട് സംസാരിച്ചതിൻ്റെ ബാക്കി കേൾക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഇപ്പൊ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള 3 അലിഗേഷൻ എന്ന് പറഞ്ഞത്, ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ കളറല്ല വന്നത് എന്നുള്ളതാണ് പുള്ളി പറയുന്ന ഒരു സാധനം. എനിക്കത് ബ്രോയുടെ സൗണ്ടാന്ന് തോന്നുന്നു, കോൾ റെക്കോർഡ് ആദ്യം വരുന്നുണ്ട്. അതെന്തായിരുന്നു അപ്പൊ സംഭവം? ഈ കളറിലുള്ള ഞാന് ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു പോളോടെ ഇത് കാണിച്ചില്ലായിരുന്നു. പോളോടെ ആ കളർ അപ്പം ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റർ ഫോട്ടോ ആണ്. അത് ആ ഫിൽറ്റർ ഫോട്ടോ എഡിറ്റഡ് ഫോട്ടോ ആണ്. ആ ഫോട്ടോ നമ്മളെ ആ വണ്ടിയുടെ കളറിനെ കുറ്റം പറയാനില്ല, ആ വണ്ടി ഏകദേശം ആ കളർ ആയി. അതല്ല ബ്രോ, ഇപ്പൊ അവര് പറയുന്നത് ഡുവൽ ടോൺ ആണ് പറഞ്ഞത്. അതായത് പകല് അത് ഡുവൽ ടോൺ ആണ് ബ്രോ. അത് പച്ചയും നീലയും ആ ഒരു മിക്സിംഗ് ആണ് വന്നിരിക്കുന്നത്. ആ കളർ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. ഓക്കെ, അതാണ് പെയിൻറ്റിൻ്റെ പ്രശ്നം. ഈ കളറിൻ്റെ കാര്യം നമുക്ക് തന്നെ അറിയാം. നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങളാൽ കാണുന്നതും ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നതും രണ്ടും രണ്ടാണ്. സോ അതിനകത്ത് നമ്മളൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഇതിൽ ആരുടെ ഭാഗത്താണെന്ന് പറയാൻ പറ്റില്ല. പുള്ളി പറയുന്ന ആ കളറല്ലെന്ന് ഇദ്ദേഹം പറയുന്ന ഈ കളറാണെന്ന്. ഈ കണ്ടപോലെ തന്നെ എനിക്കൊരു നീല ഷെയ്ഡ് തോന്നി. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ബാക്കി കേൾക്കാം. മതി. ഇതിനകത്ത് ചില ലൈറ്റിംഗ് സാധനങ്ങൾക്കകത്തൊക്കെ സ്ക്രൂ ഇട്ടില്ല എന്നൊക്കെ പറയുന്ന സംബന്ധിച്ച് ബ്രോ അത് വളരെ കള്ളമാണ് ബ്രോ. ഞാൻ ലാസ്റ്റ് ആണ് എന്ന് വെച്ചാൽ റൂഫ് വെച്ചിട്ടാണ് മറ്റേ അകത്തുള്ള പിടിയില്ലേ സൈഡിൽ ഇരിക്കുന്നവർക്ക് പിടിക്കാൻ, അതെല്ലാം ഞാൻ വെച്ചിട്ടാണ് ഞാൻ കൊണ്ടു കൊടുത്തത് ബ്രോ. ലാസ്റ്റ് ഞാൻ വണ്ടി കൊടുക്കാൻ നേരത്താണ് ഞാൻ അത് വെച്ചിട്ട് കൊണ്ടു കൊടുക്കുന്നത് ബ്രോ. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് കംപ്ലീറ്റ് ചെയ്ത വീഡിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ ബ്രോ? എന്റെ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ തെറ്റെന്ന് വെച്ചാൽ എന്റെ ഫോൺ ഇല്ലായിരുന്നു. എന്റെ ഫോൺ ഡാമേജ് ആണെന്ന് പുള്ളിക്കാരൻ നല്ലതുപോലെ അറിയായിരുന്നു. അപ്പൊ എനിക്കൊരു വീഡിയോ എടുക്കാനോ ഒന്നിനും ഒരു ഫോൺ ഇല്ലായിരുന്നു. ഞാൻ എന്താ 4 ദിവസം മുന്നേ ഞാൻ ഫോൺ എടുത്തത്. അപ്പൊ നല്ലൊരു വീഡിയോ പ്രോപ്പർ ആയിട്ട് എടുക്കാൻ എന്റെ ഫോൺ ഇല്ലായിരുന്നു. ഇതെല്ലാം പുള്ളിക്കാരൻ അറിയാം. എന്റെ ഫോണില്ല, അതാണ് ഇതാണ് അതെല്ലാം അറിയാം. ഇതെല്ലാം കണ്ടുവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്.
പക്ഷേ ഈ വീഡിയോസൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ നേരെ നമ്മളുടെ ഞാൻ ഇൻസ്റ്റാ ഐ ഡി ഇവിടെ കൊടുക്കാം. നമ്മുടെ ഈ വണ്ടി പണിഞ്ഞ അല്ലമിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ്. അതായത് പുള്ളി ചെയ്യുന്നതിൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ കൊടുക്കാം. അതിനകത്ത് ഹൈലൈറ്റ്സിൽ പോയിട്ട് സെൻ എന്ന് പറയുന്ന സാധനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം പണിയുന്നതിൻ്റെയൊക്കെ കുറേ ഫോട്ടോസ് കാണാൻ പറ്റും. ബാക്കിയേക്കാം. പിന്നെ മറ്റൊരു സാധനം, ഈ പുള്ളി ആദ്യം കാണിച്ചൊരു സീറ്റും വണ്ടിക്കകത്ത് വന്ന സീറ്റും ശരിക്കും അത് തമ്മിലൊരു ഡിഫറൻസ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രോ ഡിഫറൻസ് ഉണ്ട് ബ്രോ. കാര്യം എന്ന് വെച്ചാലേ ഈ പുള്ളിക്കാരൻ പറയുന്ന സീറ്റിന് കസ്റ്റം സീറ്റാണ്. അതിന് 10K 15K റേറ്റ് ഉണ്ട്. പുള്ളിക്കാരൻ അത് ചെയ്യണം. എങ്ങനെ റേറ്റ് കുറച്ച് ചെയ്യണം, 4 രൂപ 5 രൂപയ്ക്ക് ആ ചെയ്യണം. അങ്ങനെ ആരും ചെയ്ത് തരത്തില്ല ബ്രോ. പിന്നെ ഞാൻ പിന്നെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ചെയ്തിരിക്കും. അപ്പൊ ആ പൈസ എനിക്ക് പൈസ തരത്തില്ല. ഈ പുള്ളി ഇങ്ങനെയാണെങ്കിൽ ആ പൈസ എനിക്ക് എങ്ങനെയാണ് തരണത്? ഹലോ, റേഞ്ച് കട്ടായാണ് തോന്നുന്നു. അതല്ല, അന്നേരം നമ്മൾ ഈ സീറ്റിങ്ങിന് ഒരു മാറ്റം ഉണ്ടാവും പുള്ളിയോട് പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ, ഈ സീറ്റിനൊക്കെ ഇത്ര റേറ്റ് വരും, ഇത് കയ്യിൽ നിൽക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കസ്റ്റം സീറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ചിന്തിക്കാം 10K 15K ആ റേറ്റ് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സീറ്റിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇതിനകത്ത് ബേസിക്കലി ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ മിസ്മാച്ച് ഉണ്ടായതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്, സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രം. പിന്നെ ഈ പറയുന്ന കീറലൊന്നും എനിക്ക് അത്രയ്ക്ക് ബിലീവബിളായിട്ട് തോന്നിയില്ല. ഒരു കടയിൽ നിന്ന് സീറ്റ് പണിയാൻ കൊടുത്തിട്ട് സീറ്റ് ഇറക്കുമ്പോൾ കീറലുണ്ടെങ്കിൽ നമ്മൾ ആ കീറലും കൊണ്ട് വീട്ടിൽ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ആ വണ്ടി നമ്മൾ അവിടെ നിന്ന് എടുക്കത്തില്ല, അവനെ കൊണ്ട് അത് പണിയിച്ചിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. പക്ഷേ ഇത്രയും ഡാമേജസോട് ആ വണ്ടി തന്നിട്ടും പ്രശ്നമൊന്നുമില്ല അത് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നതിനകത്താണ് എനിക്കിതിനകത്തൊരു അവിശ്വസനീയമായി തോന്നുന്നത്. കാരണം ഞാനാണ് എടുക്കത്തില്ല. എൻ്റെ വണ്ടി പണിയാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി തന്ന് ഞാൻ ആ വണ്ടി ഇവിടെ നിന്ന് എടുക്കത്തില്ല. ഞാൻ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കത്തേ ഉള്ളൂ, പോലീസിനെ വിളിച്ച് വരുത്തും, ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ ഒരാൾ ഇത്രയും ഞാൻ ഒരു ആനയുടെ രൂപം ഉണ്ടാക്കാൻ കൊടുത്തിട്ട് അതിനകത്തുനിന്ന് എനിക്കൊരു ഉറുമ്പിനെ ഉണ്ടാക്കി തന്നിട്ട് ഇല്ല എനിക്ക് ഉറുമ്പ് മതി എന്ന് പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഉറുമ്പിനെയാണ് തന്നതെന്നും പറഞ്ഞ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ ആ സീറ്റിലൊരു കീറൽ പോലൊക്കെ കാണിച്ചത് ബ്രോ. ആ കീറല് ഞാൻ കൊടുത്ത ടൈമില് ഈ പുള്ളിക്കാരൻ ഞാൻ വണ്ടി കൊടുക്കുന്ന ടൈമിൽ ഈ പുള്ളിക്കാരൻ എന്റെ നോട്ട് ചെയ്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഡിമ്മും റൈറ്റ് പിടിക്കുമ്പോൾ രണ്ടെന്തോ മാറി കത്തുന്നു. പിന്നെ ഫ്രണ്ടിൽ ഗ്രില്ല് അതിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഇതൊക്കെയാ. പിന്നെ ഡോർ പാഡിന്റെ പ്രശ്നം പറഞ്ഞു. ഇത് മാത്രമാണ് പുള്ളിക്കാരൻ എന്റെ മുമ്പിൽ വെച്ച് വണ്ടി ഫുൾ ചെക്ക് ചെയ്തു എന്റെ മുമ്പ് വെച്ച്. എന്റെ കൂടെ എന്റെ ഫ്രണ്ട് ഉണ്ട്, അമല എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഇവന്റെ മുമ്പിൽ വെച്ച് നമ്മളെ രണ്ടുപേരും വെച്ച് ഫുൾ ചെക്ക് ചെയ്ത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ മാറി നിന്നു. ഞാൻ അവന്റെ അടുത്ത് വിളിച്ചാണ് ചോദിക്കുന്നത്. അവനെ വിളിച്ചാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേന് ഇങ്ങനെ കുറെ ഡാമേജസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കസ്റ്റമർ എടുക്കത്തില്ലല്ലോ. അതാണ് ബ്രോ, അതാണ്. ഇതൊന്നും വയ്യാതെ നമ്മുടെ അടുത്ത് ഞാൻ ബ്രോ എനിക്ക് പൈസ എനിക്ക് ഷോപ്പിലേക്ക് കൊടുക്കണം, പൈസ വേണമെന്ന് പറഞ്ഞു. അതിനാണ് അപ്പം എനിക്കിത് ഷോപ്പിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രോ എന്റെ കൂടെ വാ, ഷോപ്പിലെല്ലാം പൈസ കൊടുത്തിട്ട് ബ്രോ അതിൽ എന്താണ് ബാക്കിയുള്ളത് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിലൊന്നും വില്ലിങ് അല്ല പുള്ളിക്കാരൻ. ഇതിനകത്തെ നമ്മളൊരു വാഹനമോ എന്തെങ്കിലും സാധനം പണിയാൻ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ ഒരു എമൗണ്ട് ഉറപ്പിക്കുക. ഇപ്പോൾ വണ്ടിയൊക്കെയാണ് എസ്റ്റിമേറ്റ് വരും. എസ്റ്റിമേറ്റ് വരുന്നതിന് മുകളിലാണെങ്കിൽ ഇവർ നമ്മളെ വിളിച്ച് അറിയിക്കും. കാരണം ഇവർക്ക് നമ്മൾ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ഇവർ നമ്മളെ വിളിച്ച് അറിയിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിലേ ആ പണി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ പൈസ കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ ചുമ്മാ ഈ ആൾക്കാർ വണ്ടി പണിയുന്ന ആൾ പണിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ എസ്റ്റിമേറ്റ് പറഞ്ഞതിലും കൂടിപ്പോയി എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനെ ചൊല്ലിയാണ് ഇവർ തമ്മിൽ മെയിനായിട്ട് പ്രശ്നം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഇവർ തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി നടന്നിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ ചീത്തവിളി മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ വണ്ടി എടുത്ത സമയത്ത് തന്നെ പുള്ളി കുറച്ച് അസംതൃപ്തികൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ ഡോർ പാഡിൻ്റെ ഇഷ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇലക്ട്രിക്കലും മെക്കാനിക്കലും വർക്കുകളും ചെയ്യേണ്ടെന്ന് പുള്ളി പറഞ്ഞതായിട്ടുള്ള ഇത് കംപ്ലീറ്റ് വോയിസ് ഇല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തോടൊരു 20 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. അത്രയും പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് പ്ലേ ചെയ്യുന്നത്. ഇനി മെയിനായിട്ടൊരു സാധനം ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. മെക്കാനിക്കൽ സൈഡ് നോക്കണ്ട, വണ്ടി ഇപ്പൊ ഇതുവരെ എന്താണോ പറഞ്ഞത് അതുവരെ ചെയ്തു തരാം. എന്റെ അടുത്ത് പറഞ്ഞ ഫ്ലോർ മാറ്റ് പോലും അടിക്കണമെന്നാണ് ബ്രോ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പം മിനിമം ഞാൻ ഒരു വണ്ടി സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു വണ്ടി ഡെലിവറി അങ്ങോട്ടല്ലെങ്കിൽ വണ്ടി പണി തിരിച്ചു കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലോർ മാറ്റ് ചെയ്ത് കൊടുത്തത്. അല്ല എനിക്ക് വെറും തറയായിട്ട് കൊടുക്കും. പിന്നെ ഫ്രണ്ട് വിൻഷീൽഡ് ബ്രോ സെന്റർ വെച്ച് പൊട്ടിയ ഗ്ലാസ് ആയിരുന്നു പുള്ളിക്കാരന്റെ വണ്ടിയിൽ ഇരുന്നത്. അത് നമ്മൾ ഇളക്കി പുതിയ വിൻഷീൽഡിന്റെ റേറ്റ് 5250 രൂപ വിത്ത് ബീഡിംഗ് ആണ് ബ്രോ എന്റെ റേറ്റ് വരുന്നത്. ഈ പുള്ളിക്കാരൻ ആ റേറ്റ് കേട്ടിട്ട് പോലും എന്നാ ആ പൊട്ടിയ ഗ്ലാസ് തന്നെ വെച്ചാൽ മതി ഇങ്ങനെ പറഞ്ഞ ആളാണ്. ആ പൊട്ടിയ ഗ്ലാസ് തന്നെ തിരിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്ന. ആ ഫ്രണ്ട് ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീണു അങ്ങനെ വീണു ബ്രോ. ഞാൻ സെക്കൻഡ് യൂസ്ഡ് ഗ്ലാസ് ആണ് ബ്രോ, സെന്റിൽ ഇരുന്ന ഗ്ലാസ് ആണ് ഞാൻ എടുത്ത് വെച്ചു കൊടുത്തത്. എന്നിട്ടാണ് ഈ പുള്ളിക്കാർ ഇങ്ങനെ പറയുന്നത്. ആ ബ്രോ പൊട്ടിയ ഗ്ലാസിനെ കുറിച്ചോ എന്റെ വണ്ടി ഇരുന്ന് പൊട്ടിയ ഗ്ലാസ് ആണെന്നോ ഒന്നും പറയുന്നില്ലല്ലോ.
അത് കറക്റ്റ് കേട്ടോ. ആ വാഹനത്തിലെ ആ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് എന്നൊരു സാധനം എങ്ങും പറഞ്ഞ് നമ്മൾ കേട്ടില്ല. പക്ഷേ തന്ന ഗ്ലാസ്സിനകത്ത് സ്ക്രാച്ച് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇനി ഇതേ സമയം നമ്മൾ ഈ വണ്ടി കൊടുത്ത ആളുടെ, വണ്ടി ഓണറുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കുകയാണെങ്കിൽ പുള്ളി വണ്ടി മോഡിഫിക്കേഷൻ റീസ്റ്റോറേഷന് കൊടുക്കുകയാണെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ, ഒരു റീൽ ഇട്ടിട്ടുണ്ട്. ആ റീലിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്രണ്ടിലൊരു ചെറിയ സ്ക്രാച്ച് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ആ റീൽ ഇവിടെ കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഈ അല്ലമിനോട്, അതായത് നമ്മുടെ ഈ വണ്ടി പണിത ആളോട് ഞാൻ ചോദിച്ചു, ഈ വണ്ടി സ്ക്രീൻ അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണെന്നുള്ളതിൻ്റെ എന്തെങ്കിലും വീഡിയോ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഞാനത് പ്ലേ ചെയ്യാം. ഓക്കെ, പൊട്ടിയിരിക്കുകയാണ്. അതിനകത്ത് ആ നമ്മുടെ വണ്ടി ഉടമയുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പേജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു വാഹനം പണിയാൻ കൊടുക്കുമ്പോഴത്തേനും നിങ്ങളതിൻ്റെ കൂടെ തന്നെ നിൽക്കുക. പ്രത്യേകിച്ച് ഷോപ്പുകളിൽ കൊടുക്കുമ്പോഴത്തേനും. എനിക്ക് ഈ ഫ്രീലാൻസർ പറ്റിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഫ്രീലാൻസർ ഇവരുടെ വേർഡ് ഓഫ് മൗത്തിലൂടെയാണ് ഇവർക്ക് ബിസിനസ് കിട്ടുന്നത്. ഷോപ്പുകളാണെങ്കിൽ ചിലപ്പോൾ തേക്കാൻ ചാൻസ് ഉണ്ട്. ആ തേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തു നിന്ന് ആറ്റിങ്ങിൽ നിന്ന് എനിക്ക് നല്ല വ്യക്തമായി തേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇവരെ രണ്ടുപേരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേനും ഈ വണ്ടി പണിത ആളെ എനിക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റി, വണ്ടി കൊടുത്ത ആൾ ഒരു റെസ്പോൺസും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കും ഇതിനകത്ത് ഫീൽ ചെയ്തു. എനിക്കിതിനകത്ത് തോന്നിയ ഏറ്റവും ബേസിക് സംശയം, ഞാൻ കൊടുത്ത വണ്ടി കറക്റ്റായിട്ട് പണിഞ്ഞില്ല, എന്തുകൊണ്ട് ഞാൻ ആ വണ്ടി എടുത്തുകൊണ്ടുപോയി. പിന്നെ ഇവർ പറയുന്നത് പാലക്കാട് ചെന്നപ്പോഴാണ് ഈ മേളിലത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടത്, വണ്ടി അവൻ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും എനിക്ക് പേഴ്സണലി വിശ്വാസയോഗ്യമായില്ല. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ, സ്വാഭാവികമായിട്ട് മറ്റേ പുള്ളിന് വീഡിയോ ഇടും. എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിൽ വണ്ടിയായിട്ട് എന്തെങ്കിലും ദുരനുഭവമോ നല്ല അനുഭവമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.